നമുക്കറിയാം ഈ രണ്ട് സിനിമകളും വെറും ചുരുങ്ങിയ ടൈം കൊണ്ട് 100 കോടി ക്ലബിൽ കയറി. അപ്പോൾ പലർക്കുമുള്ള ഒരു ഡൗട്ടാണ്, ഇത്രയും ഫാൻസ് പവർ ഉള്ള ലാലേട്ടന്റെ സിനിമകൾ വരെ ഒരു ഇത്തിരി ടൈം എടുത്താണ് 100 കോടി ക്ലബിൽ കയറാറ്. ഇവരെങ്ങനെ പെട്ടെന്ന് കയറി? ഇത് ഫേക്ക് കളക്ഷനാണ്. ഇതുപോലെ പുതിയ നടന്മാര് വരെ 100 കോടി കയറുന്നു. ഇത്രയും ഫാൻസ് പവർ ഉള്ള നമ്മുടെ മമ്മൂക്കയുടെ ഹെവി പോസിറ്റീവ് പടം എന്തുകൊണ്ട് കയറുന്നില്ല? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമന്റുകൾ നിങ്ങൾ ഇൻസ്റ്റയിൽ കാണുന്നുണ്ടാവുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ 100 കോടി കയറുന്നത് നമുക്ക് വലിയൊരു സംഭവമായിരുന്നു. എന്നാൽ നിലവിൽ പല സിനിമകളും വളരെ ഫാസ്റ്റായി 100 കോടി കയറും. ഫാൻസ് ക്ലബോ സൂപ്പർ സ്റ്റാർസോ ഇല്ലാത്ത പുതിയ നടന്മാരുടെ പടം ഇത് രണ്ടുമുള്ള സൂപ്പർ സ്റ്റാർസിന്റെ ലെവലിൽ അതിനേക്കാൾ സ്പീഡിൽ 100 കോടി കയറും. ഇതിന്റെ റിയാലിറ്റി നോക്കിയാൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ആദ്യമായിട്ട് 100 കോടി കയറിയ സിനിമ നമുക്കറിയാം ലാലേട്ടന്റെ പുലിമുരുകൻ സിനിമയാണ്. ഒരു 30 ദിവസം ടൈം കൊണ്ടാണ് 100 കോടി കയറിയത്. ഇത് പിന്നെ നമുക്കറിയാം ഒരു 10 കൊല്ലം മുന്നേ ഉള്ള കാര്യമാണ്. പിന്നീട് വന്ന ലാലേട്ടന്റെ ലൂസിഫർ സിനിമ വെറും 12 ദിവസം ടൈം കൊണ്ട് 100 കോടി ക്ലബിൽ കയറി. പിന്നീട് വന്ന തുടരും സിനിമ വെറും 6 ദിവസം കൊണ്ട് 100 കോടി. പിന്നീട് എമ്പുരാൻ സിനിമ വെറും 2 ദിവസം കൊണ്ട് 100 കോടി. വാഴ 2 സിനിമ എറൗണ്ട് ഒരു 7 ദിവസം ടൈം കൊണ്ട് 100 കോടി. ആട് 3 ഏകദേശം ഒരു 8 ദിവസം ടൈം കൊണ്ട് 100 കോടി. ഇവിടെ ആളുകളുടെ ഡൗട്ട് എന്താണെന്നാൽ ലാലേട്ടനാണെങ്കിൽ വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ്, നല്ലൊരു ഫാൻസ് പവർ ഉണ്ട്, ഫാൻസ് ക്ലബ് ഉണ്ട്. എന്നാൽ ലാലേട്ടന്റെ പകുതി പോലും ഇല്ലാത്ത ന്യൂ കമേഴ്സ് ആയിട്ടുള്ള നടന്മാരുടെ സിനിമ എങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ സിനിമയുടെ കളക്ഷൻ കയറുന്നത് പോലെ ഏകദേശം ആ ഒരു സെയിം സ്പീഡിൽ കളക്ഷൻ കയറുന്നു? അതുകൊണ്ട് കളക്ഷൻ ഫേക്ക് ആണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. ഇതിന്റെ കറക്റ്റായ ഒരു ആൻസർ കിട്ടണമെങ്കിൽ നമുക്ക് ഫാസ്റ്റായി 100 കോടി കയറിയ ഇങ്ങനെയുള്ള ചില സിനിമകൾ നോക്കണം. ARM സിനിമ പുലിമുരുകൻ സിനിമ പോലെ എറൗണ്ട് 30 ദിവസം ടൈം എടുത്താണ് 100 കോടി കളക്ഷൻ നേടിയത്. ഇതുപോലെ പ്രേമേലു സിനിമയും ഏകദേശം ഇതേ ടൈം തന്നെ എടുത്തിട്ടുണ്ട്. മാർക്കോ സിനിമ അറൗണ്ട് 24 ദിവസം, ആവേശം 13 ദിവസം, ലൂസിഫർ 12 ദിവസം, മഞ്ഞുമൽ ബോയ്സ് 12 ദിവസം, 2018 11 ദിവസം, സർവമായ ഏകദേശം 10 ദിവസം, ആട് ജീവിതം 9 ദിവസം, ആട് 3 8 ദിവസം, ലോക സിനിമയും വാഴ 2 സിനിമയും 7 ദിവസം, പിന്നെയാണ് തുടരും സിനിമ 6 ദിവസം, എമ്പുരാൻ സിനിമ 2 ദിവസം. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നാൽ പണ്ടല്ല മറ്റ് സ്റ്റേറ്റുകളിൽ മലയാള സിനിമയെ പറ്റി കരുതിയിരുന്നത് മലയാള സിനിമ ഒരു സ്ലോ ബേസറാണ്, പുറത്തുള്ള ഓഡിയൻസിന് ഇതങ്ങനെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഇങ്ങനെയല്ല മറ്റ് സ്റ്റേറ്റുകളിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കരുതിയിരുന്നു. ഇതുകൊണ്ട് തന്നെ നമ്മുടെ സിനിമയ്ക്ക് മറ്റ് സ്റ്റേറ്റുകളിൽ ലിമിറ്റഡ് സ്ക്രീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പുലിമുരുകൻ സിനിമ ഒരു വലിയ ബഡ്ജറ്റിൽ മറ്റ് സ്റ്റേറ്റുകളിലും കൂടുതൽ സ്ക്രീനുകൾ എടുത്തുകൊണ്ട് ഈ ഒരു പടം റിലീസ് ചെയ്തു. സിനിമയ്ക്ക് നല്ലൊരു ഹെവി പോസിറ്റീവ് വന്നു. മറ്റ് സ്റ്റേറ്റുകളിലും ഓവർസീസ്, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള മലയാളി ഓഡിയൻസ് ഇവരെല്ലാം പടം കണ്ടു. ഓരോ ആഴ്ച കൂടുന്തോറും തിരക്ക് കൂടി വന്നു. അങ്ങനെ സ്ക്രീനിന്റെ എണ്ണം, ഷോസിന്റെ എണ്ണം ഇതെല്ലാം കൂടി വന്നു. സിനിമ 100 കോടി ക്ലബിൽ കയറി. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മനസ്സിലായി മലയാള സിനിമയ്ക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അങ്ങനെ മറ്റ് സ്റ്റേറ്റിൽ നിന്നും ഓവർസീസിൽ നിന്നും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അഥവാ വിതരണക്കാർ വന്നു തുടങ്ങി. അങ്ങനെ സ്ക്രീനുകളുടെ എണ്ണം കൂടി. ലൂസിഫർ സിനിമയ്ക്ക് 100 കോടി കയറാൻ ഇതുകൊണ്ട് തന്നെ പുലിമുരുകൻ സിനിമയുടെ പകുതി ദിവസം പോലും വേണ്ടി വന്നില്ല. നമ്മൾ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു നടന്റെ സിനിമ ഹിറ്റ് ആവും തോറും ആ ഒരു നടന്റെ ഡിസ്ട്രിബ്യൂഷൻ പവർ കൂടി വരും. ഇതുപോലെ വിതരണക്കാർക്ക് കോൺഫിഡൻസ് വന്നു അവർ മറ്റ് മലയാള സിനിമകളും എടുക്കും. അങ്ങനെ ഓവറോൾ ഇൻഡസ്ട്രി വളരുന്നുണ്ട്. പിന്നീട് മഞ്ഞുമൽ ബോയ്സ് 2018 ഇങ്ങനെ പല സിനിമകളും മറ്റ് സ്റ്റേറ്റ്സിലും വൈറലായി. അങ്ങനെ ലാലേട്ടൻ ആ ഒരു ഡോർ തുറന്നു. ഇന്ന് മലയാളം ഇൻഡസ്ട്രിക്ക് അത്യാവശ്യം ഡിസ്ട്രിബ്യൂഷൻ പവർ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചില സിനിമകൾ എങ്ങനെ അതിവേഗം 100 കോടി കയറുന്നു, ചിലത് ടൈം എടുത്താണ് കയറുന്നത്. ഇത് എന്തുകൊണ്ടെന്നാൽ ഒന്നാമത്തെ കാര്യം, ഈ ആട് 3 സിനിമയും വാഴ സിനിമയും ഒരു സീക്വലാണ്. അതായത് വാഴ 2 ഒരു സെക്കൻഡ് പാർട്ട് സിനിമയാണ്, ആട് 3 ആണെങ്കിൽ തേർഡ് പാർട്ടാണ്. ഈ വാഴ 1 സിനിമ 50 കോടിക്കടുത്ത് കളക്ഷൻ നേടി. ആട് 2 സിനിമ ആ ഒരു ടൈമിൽ 60 കോടിക്കടുത്ത് കളക്ഷൻ നേടി. അപ്പോൾ ഓൾറെഡി ഹിറ്റായി വൈറലായി ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സീക്വലാണ്. ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം ഓൾറെഡി ഹിറ്റായി പ്രൂവ് ചെയ്തതാണ്, അതിന്റെ സീക്വലാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിന് കൂടുതൽ വിതരണക്കാരും കൂടുതൽ സ്ക്രീനിങ്ങും ഉണ്ടാവും. അങ്ങനെ ഹെവി പോസിറ്റീവ് കൂടി വന്നാൽ ഫസ്റ്റ് പാർട്ടിനേക്കാൾ ഈസിയായി സെക്കൻഡ് പാർട്ട് വലിയൊരു വിജയം നേടും. ഇങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ള പല സിനിമകളും ഫസ്റ്റ് പാർട്ടിനേക്കാൾ ഡബിൾ കളക്ഷൻ സെക്കൻഡ് പാർട്ടിന് കിട്ടുന്നത്. മറ്റൊരു കാര്യമാണ് ടിക്കറ്റ് റേറ്റ്. പണ്ടത്തെ ടിക്കറ്റ് റേറ്റും ഇന്നത്തെ റേറ്റും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. പിന്നെയുള്ള ഒരു കാര്യമാണ് മൗത്ത് പബ്ലിസിറ്റി, സിനിമയുടെ മാർക്കറ്റിംഗ്. ഈ മൗത്ത് പബ്ലിസിറ്റി എന്താണെന്ന് വെച്ചാൽ ആളുകൾ തമ്മിൽ പറഞ്ഞുള്ള ഒരു പരസ്യം. നമ്മൾ കോടികൾ മുടക്കി ഇൻസ്റ്റയിലും യൂട്യൂബിലും എവിടെയൊക്കെ പരസ്യം കൊടുത്താലും അതൊരിക്കലും മൗത്ത് പബ്ലിസിറ്റിയുടെ അത്രയും ആവില്ല. ഈ മൗത്ത് പബ്ലിസിറ്റി എന്താണെന്ന് വെച്ചാൽ
ഒരാൾ പടം കണ്ട് ഇഷ്ടപ്പെട്ടു, അത് മറ്റൊരാളോട് അടിപൊളിയാണെന്ന് പറഞ്ഞു, അയാൾക്കും ഇഷ്ടപ്പെട്ടു, ആള് വേറൊരുത്തിനോട് പറഞ്ഞു. അങ്ങനെ ആ ഒരു വേവ് പടർന്ന് പടർന്നു പോകും. എല്ലാ സിനിമയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചില ആളുകൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. പക്ഷെ വലിയൊരു ക്രൗഡ് പോസിറ്റീവ് പറയുന്നത് കൊണ്ട് ചില ടൈമിൽ അവരും അത് അഡാപ്റ്റ് ചെയ്ത് സിനിമയ്ക്ക് പോസിറ്റീവ് പറഞ്ഞെന്ന് വരാം. തിയേറ്ററിൽ വിജയം നേടിയ പല സിനിമകളും OTT വരുമ്പോൾ എയറിൽ കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെയെന്നാൽ തിയേറ്ററിൽ പടം കാണുമ്പോൾ ആളുകൾ കൈയടിക്കുന്നു, വിസിലടിക്കുന്നു, ഒരു ആവറേജ് സീൻ വരെ പോസിറ്റീവായി ഫീൽ ചെയ്യും. അങ്ങനെ ഒരു എഫക്റ്റ് OTT വരുമ്പോൾ കിട്ടില്ല. എല്ലാം നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ്. ചില ആളുകൾ പറയുന്നുണ്ട് ആട് 3 സിനിമ OTT വരുമ്പോൾ എയറിൽ കയറും. ഇങ്ങനെ പല കമന്റുകളും വരുന്നുണ്ട്. നമുക്കിത് ഇപ്പോഴേ പറയാൻ കഴിയില്ല. ചിലപ്പോൾ OTT വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാം, ചിലപ്പോൾ എയറിൽ കയറിയെന്നും വരാം. അത് OTT വന്നാലേ നമുക്കറിയാൻ പറ്റും. അപ്പോൾ വാഴ 2 സിനിമ ഓഡിയൻസിന് ഇമോഷണലി കണക്ട് ആയി. സിനിമ ഈസിയായി മൗത്ത് പബ്ലിസിറ്റി വഴി സ്പ്രെഡായി. ഈ മൗത്ത് പബ്ലിസിറ്റി തന്നെ ചില ആളുകൾ നെഗറ്റീവായി യൂസ് ചെയ്യും. ഈ കേരള സ്റ്റോറി 2 സിനിമ 60 കോടിക്കടുത്തേ കളക്ഷൻ നേടിയുള്ളൂ. പക്ഷെ കേരള സ്റ്റോറി 1 സിനിമ 15 കോടി ബഡ്ജറ്റിൽ വന്ന് 300 കോടിക്കടുത്ത് കളക്ഷൻ നേടി. നമുക്കറിയാം ഈ ഒരു സിനിമയ്ക്ക് കേരളത്തിൽ റിലീസ് കിട്ടാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എന്താണ് ഇതിൽ ഇത്ര പെരുത്തുള്ളതെന്നറിയാം. ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് കയറി പടം കണ്ടു. അങ്ങനെ സിനിമ 300 കോടിക്കടുത്ത് കളക്ഷൻ നേടി. നമ്മൾ അറിയേണ്ട കാര്യം, ആ ഒരു ഡയറക്ടറിന് ഇതിനു മുമ്പ് ഒരു 5 കോടി പടം പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ഒരു മാജിക്ക് കേരള സ്റ്റോറി 2 സിനിമയ്ക്ക് കിട്ടിയില്ല. ഈ ഒരു സിനിമയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. ഇനി മമ്മൂക്കയുടെ കാര്യം നോക്കിയാൽ നമ്മൾ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കമന്റ് ബോക്സിൽ കടന്ന ആളുകൾ അടിയുണ്ടാക്കുന്ന പോലെയല്ല 100 കോടി മമ്മൂക്കയുടെ പ്രശ്നമേ അല്ല. മമ്മൂക്കയ്ക്ക് 100 കോടി നടണമെങ്കിൽ മമ്മൂക്ക അങ്ങനെയുള്ള സിനിമകൾ ചെയ്യണം. ഏതെങ്കിലും ഒരു ട്രാക്ക് ഫോളോ ചെയ്യണം. ഓരോ നടന്മാർക്കും ഓരോ ട്രാക്കും ഉണ്ട്. നമ്മൾ ലാലേട്ടന്റെ കാര്യം നോക്കിയാൽ ലാലേട്ടൻ ഫാമിലി ഓഡിയൻസിന് വേണ്ടിയും സിനിമകൾ ചെയ്യുന്നു, ഫാൻസുകാർക്ക് വേണ്ടിയും സിനിമകൾ ചെയ്യുന്നു. നമ്മൾ ലാലേട്ടന്റെ പല സിനിമകൾ നോക്കിയാൽ ഒരു പാവം ഫാമിലി മാനായ ക്യാരക്ടർ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പെടുന്നു, പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നു, മാസ് ഫൈറ്റ് സീനുകൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഫാമിലി ഓഡിയൻസിനും ഫാൻസുകാർക്കും കാണും. ഈ 2 സപ്പോർട്ടും ഉണ്ടെങ്കിൽ നല്ലൊരു ബോക്സ് ഓഫീസ് പവർ കിട്ടും. ഈ പുലിമുരുകൻ, ദൃശ്യം സിനിമകളെല്ലാം ഹിറ്റായപ്പോൾ ലാലേട്ടൻ ഒരു ബോക്സ് ഓഫീസ് ബ്രാൻഡായി. അപ്പോൾ ബോക്സ് ഓഫീസ് ടാർഗറ്റ് ചെയ്തുള്ള ഇങ്ങനെയുള്ള സിനിമകളാണ് ലാലേട്ടന് കൂടുതൽ വരുന്നത്. ഇനി നമ്മൾ മമ്മൂക്കയുടെ കാര്യം നോക്കിയാൽ നിലവിൽ മമ്മൂക്ക ഫാമിലി സിനിമകൾ അങ്ങനെ ചെയ്യാറില്ല. പണ്ട് ഒരുപാട് ഫാമിലി സിനിമകൾ ചെയ്യുമായിരുന്നു. എന്നാൽ നിലവിൽ അത് റയറാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസ് കുറഞ്ഞു. പിന്നെയുള്ളത് ഫാൻസ് പവറാണ്. ഫാൻസുകാർക്ക് കാണേണ്ട മമ്മൂക്ക വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള മാസ് മമ്മൂക്കയാണ്. കുറ്റാന്വേഷണ സിനിമയും വിജയിക്കും. മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ അത് ഭീഷ്മപർവം സിനിമയാണ്. 88 കോടിക്കടുത്ത് കളക്ഷൻ നേടി. കുറ്റാന്വേഷണം അല്ലെങ്കിൽ മാസ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഈ സെയിം ട്രാക്കിൽ മമ്മൂക്ക പോയെന്ന് കരുതുക. ഭീഷ്മയ്ക്ക് ശേഷം അതേ സ്റ്റൈലിലുള്ള മറ്റൊരു ഗ്യാങ്സ്റ്റർ സിനിമ, അതും ഹിറ്റായി. വീണ്ടും അങ്ങനെയുള്ള സിനിമ ചെയ്തു, അതും ഹിറ്റായി. ഇത് തന്നെ വീണ്ടും തുടർന്നാൽ ഏതെങ്കിലും ഒരു പടം ഹെവി പോസിറ്റീവ് വന്നാൽ ഉറപ്പായി മമ്മൂക്കയ്ക്ക് 100 കോടി അടിക്കാവുന്നതേ ഉള്ളൂ. ഈ ബിഗ് ബി സ്റ്റൈലുള്ള ക്യാരക്ടേഴ്സിന് മമ്മൂക്കയ്ക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. പക്ഷെ മമ്മൂക്കയുടെ ഡ്രീം 100 കോടി ക്ലബിൽ കയറുക എന്നുള്ളതല്ല, പല പല വെറൈറ്റി എക്സ്പെരിമെന്റുകൾ ചെയ്തു മലയാള സിനിമയെ യുണീക്ക് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അത് മമ്മൂക്ക വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. നിലവിൽ ഹോളിവുഡ് ഓസ്കാർ മ്യൂസിയത്തിൽ വരെ ഒരു ഇന്ത്യൻ സിനിമ വന്നു. അത് ഒരേ ഒരു സിനിമയാണ്, മമ്മൂക്കയുടെ മലയാളത്തിലെ ബ്രഹ്മയുഗ സിനിമ. മമ്മൂക്കയുടെ ഓരോ സിനിമയും അൺപ്രെഡിക്റ്റബിൾ ആണ്. വളരെ യുണീക്ക് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. നമ്മൾ അറിയേണ്ട കാര്യം, ഒരു നടന്റെ വാല്യൂ ഇരിക്കുന്നത് അതൊരിക്കലും 100 കോടി ക്ലബിലല്ല. നാളെ മലയാളത്തിൽ നിന്ന് പുതിയൊരു നടൻ വന്ന് നോർത്ത് ഇന്ത്യയെ പിടിച്ചുവെന്ന് കരുതുക. ചിലപ്പോൾ 500 കോടിയോ 1000 കോടിയോ കയറിയെന്ന് വരാം. ഹൈ സാലറി ആവും, പാൻ ഇന്ത്യൻ സ്റ്റാർ ആവും. പക്ഷെ അവർക്ക് അപ്പോഴും ലാലേട്ടനോ മമ്മൂക്കയാവാനോ കഴിയില്ല. അവിടെ ബോക്സ് ഓഫീസ് വാല്യൂ മാത്രമേ കൂടിയുള്ളൂ. ഒരു നടന്റെ ഓവറോൾ വാല്യൂ ഇരിക്കുന്നത് ആ ഒരു നടന്റെ ഇതുവരെയുള്ള കരിയർ, പെർഫോമൻസ്, ഇങ്ങനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ്. നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ബോക്സ് ഓഫീസ് പവർ നേടിത്തരാൻ നമുക്ക് ലാലേട്ടനുണ്ട്, മറ്റൊരുപാട് നടന്മാരുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള യുണീക്ക് അച്ചീവ്മെന്റ്സ് നേടിത്തരാൻ നമുക്ക് മമ്മൂക്ക മാത്രമേ ഉള്ളൂ. ഇതിനുവേണ്ടി ആക്റ്റീവായി വർക്ക് ചെയ്യുന്ന നിലവിൽ ഇന്ത്യയിലെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ അത് നമ്മുടെ മമ്മൂട്ടിയാണ്.